പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. റോമാലേഖനം 8-11 യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ഹല്ലേലൂയ. ക്രിസ്തുവിനെ ഉയർപ്പിച്ച അതേ ആത്മാവത്രേ ദൈവം തൻ്റെ മക്കൾക്ക് നൽകിയത്. ഹല്ലേലൂയ. അതേ ആത്മാവ് നമ്മിൽ വസിക്കുന്നത് കൊണ്ട് കർത്താവ് പറയുന്നു, ഞാൻ ചെയ്തതിലും വലുത് നിങ്ങൾ ചെയ്യും. ഈ ഭൂമിയിൽ കർത്താവിൻ്റെ കരത്തിലൂടെ കർത്താവ് എന്തൊക്കെ ചെയ്തോ അതും അതിനേക്കാട്ടിലും ശ്രേഷ്ഠകരമായതും തൻ്റെ സഭയെക്കൊണ്ട് തൻ്റെ മക്കളെക്കൊണ്ട് ചെയ്യിപ്പിക്കാൻ നമ്മുടെ ദൈവം വിശ്വസ്തനത്രേ. അതിൽ ഒന്നാമത്തെ കാര്യമത്രേ അപ്പോസ്തലനായ പൗലോസ് നമ്മെ പഠിപ്പിക്കുന്നത്, നമ്മെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കും. പ്രിയരെ, ഈ ലോക ജീവിതത്തിൽ നമുക്ക് ഉള്ള വലിയ പ്രത്യാശ ഉയർപ്പത്രേ. യേശു കർത്താവ് തൻ്റെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റപ്പോൾ നമ്മുടെ പ്രത്യാശയും നമ്മുടെ വിശ്വാസവും അവനിൽ വെച്ചുകൊള്ളുവാൻ അത് നമുക്കൊരു ദൃഷ്ടാന്തമായി ചെയ്തു. അപ്പോസ്തലനായ പത്രോസ് വിളിച്ചു പറയുന്നു, അവനെ ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചത് നമ്മുടെ പ്രത്യാശ വർദ്ധിക്കാനാ, നമ്മുടെ വിശ്വാസം അവനിൽ വെച്ചുകൊള്ളാനാ. ഇന്ന് പകൽക്കാലവും വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലെ, ദൈവം നമ്മിൽ തൻ്റെ പരിശുദ്ധാത്മാവിനെ തന്നപ്പോൾ ഒന്നാമതായി നാം ഉയർക്കും എന്നുള്ളൊരു ഉറപ്പ് നമ്മിൽ തരുന്നു. നാം മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് കർത്താവ് മഹത്വത്തോടെ എഴുന്നേറ്റതുപോലെ നാമും ഒരു നാൾ എഴുന്നേൽക്കും. അതിനുവേണ്ടി അത്രേ ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിച്ച് ദൈവവചനത്താൽ നമ്മെ ബലപ്പെടുത്തുന്നത്. ഈ ലോകത്തിൽ അനേകർ പട്ടുപോകുമ്പോൾ, അനേകർ മൺമറഞ്ഞു പോകുമ്പോൾ, ഒരു ദൈവ പൈതൽ മരിച്ചാലും ജീവിക്കുന്നത് ക്രിസ്തുവിലത്രേ. ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ക്രിസ്തുവിനോട് കൂടെയുള്ള നിത്യമായ വാസമുണ്ട്. യേശു കർത്താവ് അതുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിപ്പീൻ, പിതാവിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ അടുക്കൽ അനേക വാസസ്ഥലങ്ങൾ ഉണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഇന്ന് രാവിലെ സമയത്ത് ഈ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലെ, നമുക്ക് വേണ്ടത് ക്രിസ്തുവിനെ ഉയർപ്പിച്ച അതേ ആത്മാവത്രേ. നമ്മെ മരണത്തിൽ നിന്ന് വിടുവിച്ച് താതൻ്റെ സന്നിധിയിൽ നിർത്താൻ കഴിവുള്ള, കർത്താവിനോട് കൂടെ നിർത്തുവാൻ കഴിവുള്ള ആ പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. അതുകൊണ്ട് നോക്ക്, ദൈവസഭയിൽ വിശുദ്ധന്മാരുടെ ഒരു പട്ടിക മുഴുവനും എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നു. വലിയ പട്ടിക. എന്നിട്ട് പറയുന്നു, ഇവരൊന്നും നമ്മെ കൂടാതെ ഹല്ലേലൂയ രക്ഷാ നിവർത്തി, വാഗ്ദത്ത നിവർത്തി പ്രാപിച്ചിട്ടില്ല. നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന സാക്ഷികളുടെ വലിയൊരു കൂട്ടം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ ഹല്ലേലൂയ വരുന്ന ആ നല്ല ദിവസത്തിൽ നാം ഏവരും ക്രിസ്തുവിൽ ജീവിക്കുന്ന, ക്രിസ്തുവിൻ്റെ ആത്മാവുള്ള നാം ഏവരും എടുക്കപ്പെടും. വാനമേഘങ്ങളിൽ കർത്താവിനോട് കൂടെ എടുക്കപ്പെടും. അതുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ ആത്മാവിനെ പ്രാപിക്കുക മാത്രമല്ല, അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നാം ഏവരും ശ്രമിക്കണം. കർത്താവിൻ്റെ ആത്മാവ് എവിടെയുണ്ടോ അവിടെ സ്വാതന്ത്ര്യമുണ്ട്. കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് ഉയർപ്പിൻ്റെ പ്രത്യാശയുണ്ട്. കർത്താവിൻ്റെ ആത്മാവുള്ളവരെ കർത്താവ് നടത്തേണ്ടുന്ന, പോകേണ്ടുന്ന വഴിയിലൂടെ നടത്തും. അവരെത്തേണ്ടുന്ന സ്ഥലത്ത് ദൈവം അവരെ എത്തിക്കും. ഇന്ന് ഈ പ്രഭാതത്തിലും ഈ വചനം കേൾക്കുന്ന നാം ഏവർക്കും ദൈവം തരുന്ന പ്രത്യാശ അതത്രേ. ക്രിസ്തീയ ജീവിതത്തിൽ ദൈവാത്മാവ് നമ്മെ നടത്തും, നമ്മെ ബലപ്പെടുത്തും, നമ്മെ ശക്തീകരിക്കും. ഉയർപ്പിൻ്റെ പൊൻപുലരിയിൽ നാമും കർത്താവിനോട് കൂടെ എടുക്കപ്പെടും. അതാ നമ്മുടെ ഉറപ്പ്, അതാ നമുക്കുള്ള ദൈവത്തിലുള്ള ഏറ്റവും വലിയ ധൈര്യം. അതുകൊണ്ട് ഇന്ന് രാവിലെയും അതേ ആത്മാവ് നമ്മിൽ വസിക്കുന്നത്, അതേ ആത്മാവ് നമ്മെ വഴി നടത്തുന്നത്. പ്രിയരെ, അതുകൊണ്ട് ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെയും കർത്താവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി മാറ്റുവാൻ ദൈവത്തിന് സാധിക്കും. ഈ രാവിലെ സമയത്ത് നമുക്കതുകൊണ്ട് ഈ ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തിന് നന്ദി പറയാം. തൻ്റെ ആത്മാവിനെ വിലയേറിയ ഹല്ലേലൂയ ആ പരിശുദ്ധ ആത്മാവിനെ നമ്മിൽ തന്നതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ കഴിവ് നമ്മുടെ ബലം കൊണ്ടോ നമ്മുടെ ശക്തി കൊണ്ടോ നമ്മുടെ കുടുംബ പാരമ്പര്യം കൊണ്ടോ ഒന്നുമല്ല. ദൈവത്തിൻ്റെ ആത്മാവ് തന്ന പ്രാപ്തി അത്രേ. ദൈവത്തിൻ്റെ ആത്മാവ് ഹല്ലേലൂയ ആ
വലിയ നിക്ഷേപം ഈ മൺപാത്രങ്ങളിൽ പകർന്നതുകൊണ്ട് നമ്മുടെ നിലയ്ക്കും വിലയ്ക്കും വ്യത്യാസം വന്നു. ഇന്ന് രാവിലെ അതോർത്ത് നന്ദി പറയാം. ഒന്ന്, പരിശുദ്ധാത്മാവ് നമ്മെ ഉയർപ്പിക്കുന്ന ആത്മാവത്രേ. രണ്ട്, പരിശുദ്ധാത്മാവ് നമുക്ക് ബലം തരുന്ന ആത്മാവത്രേ. പരിശുദ്ധാത്മാവ് നമ്മെ നേർ വഴിയിലൂടെ നടത്തും. ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് നമ്മിൽ വില വർദ്ധിപ്പിക്കും. ഇത് ആത്യന്തികമായ ശക്തിയാണ്. ഇത് വിലയേറിയ നിക്ഷേപമാണ്. അത് തന്നിരിക്കുന്നത് മൺപാത്രങ്ങളില്ല. അതുകൊണ്ട് നമ്മെ നടത്തുന്ന, നമ്മെ പരിപാലിക്കുന്ന, നമ്മെ ഉയർത്തുന്ന, നമ്മെ വ്യത്യസ്തനാക്കി മാറ്റുന്ന, നമ്മെ വിലയേറിയവനാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമുക്ക് നന്ദി പറയാം. കർത്താവിന് നന്ദി പറയാം. കർത്താവിൻ്റെ നാമത്തെ നമുക്ക് ഉയർത്താം. അവൻ വിശ്വസ്തനായ ദൈവമാണ്. അവൻ വാക്കുമാറാത്ത ദൈവമാണ്. അവൻ ആദ്യനും അന്ത്യനും ആൽഫയുമാണ്. ഹല്ലേലൂയ. നല്ല പിതാവേ, ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്ന ഏവരെയും അങ്ങയുടെ ആത്മാവിനാൽ നിറയ്ക്കണം. അങ്ങയുടെ ആത്മാവിൻ്റെ അത്യന്തിക ശക്തിയാൽ ഏവരെയും ബലപ്പെടുത്തണം. കർത്താവ് നടത്തുന്ന വഴിയിലൂടെ മുമ്പോട്ട് പോകാനുള്ള കൃപ കൊടുത്ത് നിത്യതയോളം അങ്ങ് കൊണ്ടുപോകണം. അങ്ങയുടെ കൃപയിൽ നിറയ്ക്കണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. ഞങ്ങളെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുവേശുവിൽ അങ്ങ് ജയോത്സവമാക്കി നടത്തണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, ആമീൻ.